ഉച്ചക്കത്തെ ഊണിന് കപ്പയുണ്ടായി, രാവിലത്തെ കപ്പയുണ്ടായിരുന്നു, അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഉള്ളിച്ചമ്മന്തി ഉണ്ടായിരുന്നു, തൈരുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. ഇതൊക്കെ ലാവശ്യമായിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമില്ലെങ്കിലും തൈര് മാത്രം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറുണ്ടാകും. പിന്നെ രാവിലത്തെ കപ്പയുണ്ടായിരുന്നു, അതെല്ലാം കൂടി കൂട്ടി ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് ചോറുണ്ട്. വൈകുന്നേരം ആയപ്പോഴേക്കും പിന്നെ സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് അങ്ങോട്ട് ചായക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം രാത്രി വരെ വിശപ്പുണ്ടാവില്ല. പിന്നെ അതെല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നേരെ കുളിക്കാനൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ ചക്കയുടെ പണി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കഷ്ണം ചക്ക ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ ചക്ക എല്ലാം കൂടി നന്നാക്കി എടുത്ത് വേഗം അങ്ങോട്ട് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് ഓർത്ത്. പിന്നെ ചക്കക്കൂട്ടാൻ അങ്ങോട്ട് ഉണ്ടാക്കി അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി അങ്ങോട്ട് വെന്ത് കുഴച്ച് അങ്ങോട്ട് എടുത്ത്. ചക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു പ്രാന്താണ് കേട്ടോ. എന്താണെന്നറിയില്ല, പണ്ട് തുടങ്ങി അമ്മ സ്കൂളിട്ട് വരുമ്പോൾ ചക്കയൊക്കെ ഉണ്ടാക്കി തന്നെ കറിയൊക്കെ ഓർത്ത് പിന്നെ അതങ്ങോട്ട് വിചാരിച്ച് ഇങ്ങനെ പഴയ ഓർമ്മകളിലേക്ക് നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ രാത്രി അത് അങ്ങോട്ട് ചൂടോടുകൂടി നല്ല ഇളം മധുരം ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനത്തെ മധുരമുള്ള ചക്കയാണ് കൂടുതലിഷ്ടം. അതങ്ങോട്ട് രാത്രി അങ്ങോട്ട് വേറെ ചോറൊന്നും വേണമെന്നില്ല, പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല, അങ്ങോട്ട് വെറുതെ കഴിച്ചാൽ തന്നെ വയറങ്ങോട്ട് നല്ലോണം